അതാണ് അവർ പറയുന്ന സത്യമെങ്കിൽ ഞങ്ങളുടെ വനിതാ അംഗത്തിനെ എന്തിന് CPM തോൽപ്പിച്ചു? എന്റെ ചോദ്യം കൊയിലാണ്ടിയിലും പന്തലായനി ബ്ലോക്ക് പഞ്ചായത്തിലും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലും ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലും സ്വീകരിച്ച നയം CPM ഈ നഗരസഭയ്ക്കാണ്. കാരണം അവിടെ BJP ജയിക്കാനുള്ള സാഹചര്യമില്ല, ഇവിടെയുണ്ട്. പലയിടങ്ങളിൽ കൊയിലാണ്ടിയല്ല, പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത്, മൂടാടി പഞ്ചായത്ത്, തിരുവള്ളൂർ പഞ്ചായത്ത്, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്, പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത്, ഇവിടങ്ങളിലൊക്കെ ഞങ്ങൾ അത് സാധാരണ കിട്ടുമ്പോൾ ഞാൻ പറയുക ഇത് നിങ്ങൾക്കാണ് ഇവിടുത്തെ പറയും. അത് ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, ഇവിടെ ഞാനല്ല താഴത്തുള്ള ബന്ധപ്പെട്ട് കിട്ടിയ മറുപടി ഞങ്ങൾക്ക് വിലക്കുണ്ട് എന്നാണ്. കാരണം അവിടെയൊന്നും BJP ഇല്ല. അതുകൊണ്ടാണ് കൊയിലാണ്ടിയിൽ BJPക്ക് കപ്പാസിറ്റി ഇല്ല, ബ്ലോക്ക് പഞ്ചായത്തിൽ പന്തലായനിൽ BJP കപ്പാസിറ്റി ഇല്ല. ഇവിടെ BJPയെ സഹായിക്കാൻ വേണ്ടി മാത്രം. അതാണ് എൻ്റെ ചോദ്യം. കൊയിലാണ്ടിയിലും പന്തലായനി ബ്ലോക്ക് പഞ്ചായത്തിലും പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലും ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലും സ്വീകരിച്ച നയം CPM ഈ നഗരസഭയ്ക്കാണ്. കാരണം അവിടെ BJP ജയിക്കാനുള്ള സാഹചര്യമില്ല, ഇവിടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അനൗദ്യോഗികമായി പറഞ്ഞിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരെണ്ണം ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല? അല്ലെങ്കിൽ ഒരാളുടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണ്ട? ഞങ്ങൾ ഒരാളിത് തോൽപ്പിച്ചവര്, ഞങ്ങളെ വനിതാ മെമ്പർ എന്തിനവർ തോൽപ്പിച്ചു? ഞങ്ങൾക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ ഇത് മൂന്നാം ഘട്ട ഇലക്ഷൻ അല്ലേ? അതാണ് അവർ പറയുന്ന സത്യമെങ്കിൽ ഞാൻ അവരോട് സംസാരിക്കാൻ പോയിട്ടില്ല. സത്യമെങ്കിൽ ഞങ്ങളുടെ വനിതാ അംഗത്തിനെ എന്തിന് CPM തോൽപ്പിച്ചു? ഇട്ടാവില്ല. ഏതിന്? CPM-നോ? അത് ഡീലിനോ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോഴും പറയുന്നു, 6 മാസം കഴിയട്ടെ, BJPയെ മാറ്റി നിർത്താൻ ഞങ്ങൾ LDF-ന് വോട്ട് ചെയ്യാം. അവർ ചെയ്യാൻ തയ്യാറട്ടെ, അവിശ്വാസം കൊണ്ട് തരാണെങ്കിൽ. റസാഖ് മാഷാണ് ഉത്തരവാദിത്തോടെ പറയുന്നത്. ആ കാര്യത്തിലൊരു സംശയമില്ല. ഇതിനകത്ത് ഇവരുടെ തുടക്കം മുതലുള്ള നിലപാടിന്റെ ഭാഗം നിങ്ങളിതാ ഞാൻ പറഞ്ഞല്ലോ. ഇല്ലെങ്കിൽ ഞാനൊരു ചോദ്യം കൂടെ പറഞ്ഞു. ഒരംഗം അവർക്ക് മത്സരിക്കാനോ? UDF-ന്റെ നിലപാട് എന്താണെന്ന് അവർക്ക് പരിശോധിക്കായിരുന്നല്ലോ. അല്ല, UDF മത്സരിക്കുന്നുണ്ട്. BJP ജയിക്കേണ്ടെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടായിട്ടെങ്കിൽ UDF-ന് വോട്ട് ചെയ്യാനോ? അതിൻ്റെ തർക്കമുണ്ടോ? അങ്ങനെ പലയിടങ്ങളും നടന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഉണ്ടെങ്കിൽ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് നടക്കാതെ പോയത്? അല്ല, ശരി, ആയിക്കോട്ടെ, ജയിക്കാൻ സാധ്യത ഉണ്ടോ എന്നൊന്ന് പരീക്ഷിക്കാൻ ഒരു നോമിനേഷൻ കൊടുത്തേ. അവർക്ക് നോമിനേഷൻ കൊടുത്താൽ UDF-ന്റെ നിലപാട് എന്താണെന്ന് അറിയായിരുന്നല്ലോ. ഒരിക്കലും സംഘപരിവാർ ജയിക്കാതിരിക്കാൻ UDF അതിന് വിട്ടുവീഴ്ചയും അത് മാത്രമല്ല മാന്യമായ തീരുമാനമെടുക്കുക. തിരുവനന്തപുരം നഗരസഭയിൽ അല്ലേ? തിരുവനന്തപുരം നഗരസഭ ഭരിച്ചത് UDF-നോടുകൂടിയാണ്, BJP-യുടെ ഒറ്റയ്ക്കില്ലായിരുന്നു. ഞാൻ ഇതിപ്പോ ഇന്ന് ചില വാർത്ത കണ്ടൊക്കെ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഒരാളെ മാറ്റാനാണ്, വെട്ടാനാണ്, പിന്നെ സ്ഥിരം ഞാൻ വളരെ ക്ലിയർ ആണ്. ഞാൻ ഇന്നലെ വാർത്ത നമ്മുടെ പ്രസിഡന്റ് ഇന്നലെ നമ്മുടെ മീഡിയാസിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. 4600 വോട്ടുകൾക്കാണ് 5 ഡിവിഷനുകൾ ഉണ്ടാകുന്നത്. കേവലം 4600. നേരത്തെ പറഞ്ഞ 734 ചക്രത്തുകോളം അതുപോലെ ഉൾപ്പെടെയുള്ള 5 ഡിവിഷനുകളിൽ 4600. ഞങ്ങൾ ഒരൊറ്റ ഡിവിഷനിൽ മുഖതാറി മാത്രം 5500 വോട്ടുകൾ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ലഭ്യമായി, ഒരു ഡിവിഷൻ. അപ്പം 5 ഡിവിഷൻ 4600 വോട്ട് കയറണമെങ്കിൽ ഡീലിമിറ്റേഷനകത്ത് സൗകര്യം ചെയ്തു കൊടുത്തു എന്നല്ല ഇതിനർത്ഥം. അതാണ് നമ്മൾ ആരോപിക്കുന്നത്. നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഡീല് പ്രാവർത്തികമാക്കാൻ അവസാന ഘട്ടത്തിൽ അവർക്ക് ഈ സൗകര്യം കൂടി LDF ചെയ്തു കൊടുത്തു എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്.